ആര്യ രാജേന്ദ്രൻ, തിരുവനന്തപുരം മേയർ. അവർ മേയറായതിനു ശേഷം പല വിവാദങ്ങളിൽ അവർ പെട്ടു. ഏറ്റവും ഒടുവിലായി ഈ KSRTC ഡ്രൈവറുമായി ബന്ധപ്പെട്ട ഇഷ്യൂസൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ വിഷയത്തിലൊക്കെ പല നിലക്ക്, അതായത് ഈ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനുമെതിരെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ വിമർശനങ്ങളുമൊക്കെ ഉയർന്നപ്പോഴും പാർട്ടിക്കാർ അവർക്ക് ഒരു പ്രതിരോധം തീർത്ത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ആര്യക്കൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ചേർന്ന CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ആര്യക്കെതിരെ കടുത്ത വിമർശനം, എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട വിമർശനമല്ല, ഏറെക്കുറെ അതിൽ പങ്കെടുത്ത ആളുകളൊക്കെ മേയറുടെ പക്വതയില്ലായ്മ വലിയ തോതിൽ തിരിച്ചടി, അത് ഈ തെരഞ്ഞെടുപ്പിനെ വരെ ബാധിച്ചു എന്നുള്ള നിലയ്ക്ക് വിമർശനങ്ങളിലേക്ക് വരികയാണ്. അപ്പോൾ ഈ മേയറുടെ കാര്യത്തിൽ CPM എന്ത് നിലപാടായിരിക്കും ഇനി എടുക്കുക? ശരിക്കും ആ കാര്യത്തിലൊരു വീഴ്ച മേയർക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ സംസാരിക്കുകയാണ്. ദാവൂദ് സാഹിബ്, ഇതിലിപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ആര്യ രാജേന്ദ്രനെതിരെ ഉയർന്ന വിമർശനങ്ങളെ എങ്ങനെ കാണണം? അപ്പോൾ മൊത്തത്തിൽ തിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആര്യക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയിലേക്കോ, നടപടിയല്ല അതിലൊരു തിരുത്തലിലേക്ക് പോകും എന്ന് കരുതേണ്ടതുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഈ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മളന്ന് ആ സംഭവം ഉണ്ടായ സമയത്ത് ഔട്ട് ഓഫ് ഫോഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, അവിടെ ഡിസ്പ്യൂട്ട് ആരൊക്കെ തമ്മിലായിരുന്നു? ഒരു നഗരത്തിൻ്റെ മേയർ, അവരുടെ MLA ആയിട്ടുള്ള ഹസ്ബൻഡ്, അവരാണ് ഒരു ഭാഗത്തുള്ളത്. മറുഭാഗത്തുള്ളത് KSRTCയിലെ ഒരു എംപാനൽഡ് ഡ്രൈവറാണ്. അപ്പോൾ അവർ തമ്മിലൊരു അധികാര വിടവ് അല്ലെങ്കിൽ അധികാര സന്തുലനത്തിൻ്റെ ഒരു പ്രശ്നം നമ്മൾ കാണും. അപ്പോൾ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളും ഒരു സാധാരണ തൊഴിലാളിയും തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുകയാണ്. ആ ഡിസ്പ്യൂട്ട് ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ട് മാറുന്നു. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ എപ്പോഴും അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് അധിക ഉത്തരവാദിത്വമുണ്ട്. എപ്പോഴും ആ ഒരു ഉണ്ട്. ഇന്ന് മാത്രമല്ല, ഈ സംഭവം നടക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഒരു ഭരണപ്രദേശത്തുകൂടെയാണ്. അവർ നഗരമാതാവായിരിക്കുന്ന ഒരു നഗരത്തിലാണ്. അപ്പോൾ അത് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട പക്വതയും ഉയർന്ന നിലവാരവും ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അന്ന് ഞാനത് പറഞ്ഞാണ്. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഇതിങ്ങനെ വന്നിട്ട് അവർക്കെതിരെ ആളുകൾ സംസാരിക്കുന്നു, വളരെ രൂക്ഷമായി സംസാരിക്കുന്നു. കോഴിക്കോട്ടേക്ക് കെട്ടി അയക്കണമെന്ന് പറഞ്ഞ ആളുകൾ വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുക, എന്നിട്ട് ആ വാർത്ത ലീക്കാക്കുക എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം തിരഞ്ഞെടുപ്പ്, ഈ ജില്ലാ കമ്മിറ്റി എന്തിനാണ് ചേരുന്നത്? ആര്യ രാജേന്ദ്രൻ്റെ ആ ആക്ട് ഡൈസെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല, തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിൽ ആര്യ രാജേന്ദ്രൻ്റെ നടപടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറെ ചില വ്യക്തി താല്പര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓഫ് കോഴ്സ് പൊതുവെ ഈ ഇടതുപക്ഷത്തുള്ള ആളുകൾ അഹങ്കാരികളാണ്, ധാർഷ്ട്യം ഇച്ചിരി കൂടുതലാണ് എന്ന വിചാരം നമ്മുടെ പൊതുസമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട്. അത് ആര്യ രാജേന്ദ്രനെ കുറിച്ചുള്ളതിനേക്കാൾ കൂടുതൽ ആരെക്കുറിച്ചുണ്ട്? പിണറായി വിജയനെക്കുറിച്ചുണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് തോൽവി അധികാരസ്ഥാനത്തുള്ള നമ്മുടെ നേതാക്കന്മാരുടെ ധാർഷ്ട്യം കാരണമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കേണ്ടത് ആരെയാണ്? പിണറായി വിജയനാണ്. അപ്പോൾ അതുവഴിക്ക് പോയ കുറേ വോട്ടുണ്ടാവുമല്ലോ, അത് കഴിഞ്ഞിട്ടേ ആര്യ രാജേന്ദ്രൻ്റെ ഇത് വഴി വോട്ട് പോയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആര്യ രാജേന്ദ്രനുമായിട്ട് വേറെ നിലക്ക് ഡിസ്പ്യൂട്ടുള്ള ആളുകൾ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഈ സമയം ഉപയോഗപ്പെടുത്തിയായിട്ടാണ് ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഇതിൽ ഗൗരവമായിട്ട് കാണേണ്ടത്. അധികാര സ്ഥാനത്തുള്ള മനുഷ്യർ അവരുടെ ഭാഗത്താണ് ന്യായമെന്നിരിക്കലും, അങ്ങനെയെന്ന് വിചാരിക്കുക. ഈ വിഷയത്തിൽ അങ്ങനെ ആ അഭിപ്രായം എനിക്കില്ല. പക്ഷേ അധികാരസ്ഥാനത്തുള്ള ഒരാൾ അവരുടെ ഭാഗത്താണ് ന്യായമെന്നിരിക്കലും ഒരിച്ചിരി വിനയം കാണിക്കുക എന്നുള്ളത് അവർക്കുണ്ടാവേണ്ട ഒരു ഗുണമാണ്. അത് അന്ന് ആര്യ രാജേന്ദ്രനോ സച്ചിൻ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, നോക്കൂ, ഇത് തെറ്റാണ് എന്ന് പാർട്ടിക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ, ജില്ലാ കമ്മിറ്റിയിലെ സഖാക്കൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പോഴല്ലല്ലോ അതേക്കുറിച്ച് പറയേണ്ടത്, അന്ന് തിരുത്തണ്ടേ? അന്ന് അങ്ങനെയല്ലല്ലോ ചെയ്തത്. അവരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടി സെക്രട്ടറി മുതൽ DYFI നേതാവും രാജ്യസഭാ MP ആയുള്ള A റഹീം വരെ നിരന്ന് നിന്ന് ഡിഫൻസ് ലൈൻ ഉണ്ടാക്കുന്ന നമ്മൾ കാണുന്നത്. റഹീമിൻ്റെ ഡിഫൻസ് പാളിപ്പോയി മാത്രമല്ല, ആര്യ രാജേന്ദ്രൻ കൂടുതൽ അപകടം ചെയ്തുള്ള വേറെ വിഷയം. പാർട്ടി സെക്രട്ടറി മുതൽ ഇങ്ങേ താഴെത്തട്ട് വരെ ഡിഫൻസ് ഒരുക്കുകയാണ് ചെയ്തത്. നോക്കൂ, അന്ന് വേറൊരു സമീപനം എടുത്ത് വിചാരിക്കാം, അങ്ങനെ വേണ്ടായിരുന്നു, ആ ഡ്രൈവറോട് ഈ നിലക്ക് പെരുമാറേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പാർട്ടി പറയുന്ന എന്ത് സംഭവം? ഇത് പാർട്ടിയുടെ മഹത്വം കൂട്ടുകയല്ലേ ഉള്ളൂ.
പാർട്ടിയുടെ മഹത്വം കൂട്ടുകയുള്ളൂ, സച്ചിൻ്റെ മഹത്വം കൂട്ടുകയുള്ളൂ, ആര്യ രാജേന്ദ്രൻ്റെ മഹത്വം കൂട്ടുകയുള്ളൂ. അത് ചെയ്യാതെ അന്ന് മെടപിടിച്ച് നിന്നു. എല്ലാവരും മെടപിടിച്ചു. സൈബർ പോരാളികളും പാർട്ടി സെക്രട്ടറിയും രാജ്യസഭാ എം പിയും എല്ലാവരും നിരന്ന് നിന്ന് അത് ഡിഫെൻഡ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ അതെല്ലാം കൂടെ ആര്യ രാജേന്ദ്രൻ്റെ തലയിൽ കൊണ്ടിടുന്ന സമീപനം ശരിയല്ല. ധാർഷ്ട്യം ഒഴിവാക്കുക, ഇച്ചിരി വിനയം കാണിക്കുക. ഇനി അങ്ങനെ അബദ്ധം സംഭവിച്ചാൽ അത് തുറന്നു പറയുക, ഏറ്റു പറയുക. ഇതാണ് ഒരു ഉയർന്ന സംസ്കാരം എന്ന് പറയുന്നത്. അതിലേക്ക് പോകാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. നിഷാദ്, തോൽവി വിലയിരുത്താൻ ചേർന്ന കമ്മിറ്റിയാണ്. അതിൽ യഥാർത്ഥ പ്രശ്നങ്ങൾ മറച്ചുവെക്കാൻ ഇവരെ ഒരു കരുവാക്കാണെന്നുള്ളൊരു തോന്നലുണ്ടോ? സംശയം എന്താണ്? അത് സാധാരണ നിലയ്ക്ക് ആ കമ്മിറ്റി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ നോക്കുന്ന ആർക്കും മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഒന്നാമത് CPM-ൻ്റെ ജില്ലാ കമ്മിറ്റിക്കകത്തെ മുഴുവൻ പേരും ആര്യ രാജേന്ദ്രനാണ് ഈ തോൽവിക്ക് കാരണം. ആര്യയുടെ ധാർഷ്ട്യം നമുക്ക് കോർപ്പറേഷൻ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാക്കിയെന്ന് എല്ലാവരും പറഞ്ഞിട്ടില്ല. ഒരു വിഭാഗം ആൾക്കാരാണ്. ആ ഒരു വിഭാഗത്തിന് സവിശേഷമായ താല്പര്യമുണ്ട്. ആ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടും അവരുടെ ഇൻറ്റേർണൽ പാർട്ടി പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് അതാ വിമർശനം. അല്ലാതെ അതിന് ആ നിലയ്ക്കുള്ള പരിധി കവിഞ്ഞ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ CPM-നകത്ത് ഈ സമീപകാലത്ത് നേതാക്കളായ പല ആളുകളും നടത്തിയ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുണ്ടായ ശരീരഭാഷയോ ഒക്കെ പലതും വിവാദമായിട്ടുണ്ട്, പലതും പലതരത്തിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുണ്ടായ ഒന്ന്. കേരളത്തിൽ ആകമാനം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് തന്നെ അബദ്ധവും മണ്ടത്തരവുമാണ്. അങ്ങനെ ഇപ്പം മൊത്തം സമീപന പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പ്രതികരണ ശൈലിയല്ല, കമ്മ്യൂണിസ്റ്റ് ബോഡി ലാംഗ്വേജ് അല്ല നേതാക്കൾക്കും അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കും ഉണ്ടാവേണ്ടത് എന്നതാണ് പ്രശ്നമെങ്കിൽ അത് ഡിസ്കസ് ചെയ്യണം. നേരത്തെ ദിവസം പറഞ്ഞതുപോലെ പിണറായി വിജയൻ മുതൽ താഴേക്കുള്ള ആളുകൾ, CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ താഴേക്കുള്ള ആളുകൾ സ്വീകരിക്കുന്ന സമീപനത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് ആര്യ രാജേന്ദ്രൻ ചെയ്ത മഹാപാതകമാണ് പാർട്ടിയെ തോൽപ്പിച്ചതെന്ന് പറയുന്ന ആളുകൾ ശരിയാവണ്ണമുള്ള പ്രശ്നത്തിലേക്ക് പാർട്ടി പോകുന്നതിനെ തടഞ്ഞു നിർത്തുകയാണ് എന്നാണ് ഞാൻ പറയുക. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ള കാര്യം ശരിയായി അന്വേഷിക്കുന്നതിലേക്ക് പോകുന്നതിന് തടഞ്ഞ് കേവലമായ വ്യക്തി താല്പര്യത്തിനൊപ്പിച്ച് പാർട്ടി കമ്മിറ്റിയിലെ ചർച്ചയെ അജണ്ടയെ വഴിതിരിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് തിരുവനന്തപുരത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ SFIയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നേതാവാണല്ലോ. വളരെ പെട്ടെന്ന് അവർ പ്രധാനപ്പെട്ട പദവിയിൽ അവരോധിതയായി തലസ്ഥാന നഗര മാതാവ് ആയി മാറി. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പവർ ഫീൽ ഉണ്ടാവുമല്ലോ. അത് അവർ പലപ്പോഴും എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവർ വളരെ ജൂനിയറാണ്. തിരുവനന്തപുരത്ത് ഒരുപാട് സീനിയർ ആയിട്ടുള്ള പാർട്ടി ലീഡേഴ്സുണ്ട്, കമ്മിറ്റിയിലുള്ള ലീഡേഴ്സുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ, എല്ലാവരെയും പ്ലീസ് ചെയ്യുന്നതിൽ ഒരുപക്ഷെ അവർക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടുകൂടിയാവണം അവരെ പാഠം പഠിപ്പിക്കണം, തിരുവനന്തപുരത്ത് നിന്ന് കെട്ടിക്കണം. നമ്മുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഭരിക്കുന്നത് ഏതെങ്കിലും ചെറിയ കുട്ടിയാണെങ്കിലും നമ്മൾ തീരുമാനിക്കുന്നതും ആഗ്രഹിക്കുന്നതിനും ഒപ്പിച്ച് നഗരസഭ പോകണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കളുണ്ടാവുമല്ലോ, മുതിർന്നവർ. അവരുടെ എന്തോ ഒരു വലിയ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിമർശനം എന്ന് കണ്ടുവരും. അതിനപ്പുറത്തേക്കുള്ള പ്രാധാന്യം ഇതിനുണ്ടോ അവരെ ഇപ്പോൾ മാറ്റാനൊന്നും CPM ആലോചിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. CPM എന്തെങ്കിലും ഒരു സീരിയസ് സ്റ്റെപ്പ് ഇപ്പോൾ എടുക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ വിമർശനം മുഴുവൻ ശരിയാണ് എന്ന നില വരുമല്ലോ. പിന്നെ CPM-ൻ്റെ ഒരു നല്ല സമയമല്ല. അവരുടെ ഭാഗത്തു നിന്ന് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് മുഴുവൻ അഹങ്കാരമായിട്ടും ധാർഷ്ട്യമായിട്ടും വ്യാഖ്യാനിക്കാൻ പൊതുവേ ഒരു ആൻറ്റി ലെഫ്റ്റ് മൂഡ് മൊത്തത്തിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സുരേഷ് ഗോപി ഒരു പോലീസുകാരനോട് ഇവിടെ വന്നേ, താൻ എന്നെ സല്യൂട്ട് അടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? അല്ലെ സുരേഷ് ഗോപി ഒരു വനിതാ റിപ്പോർട്ടറുടെ ദേഹത്ത് കൈവച്ച് കാണിച്ച അഹംഭാവം എന്തായിരുന്നു? അതിനെക്കുറിച്ച് കേരളത്തിന് വലിയ വേദനയൊന്നുമില്ല. സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോഴും സമാദരണീയനാണ്. മാധ്യമങ്ങൾക്ക് പോലും മാധ്യമങ്ങൾ ഒരു വിഭാഗത്തിന് പോലും അദ്ദേഹത്തിന് വലിയ കാര്യമാണ്. അപ്പോൾ ഇത് മെറിറ്റോറിയസ് അല്ല മൊത്തത്തിലുള്ള സമീപനത്തിൻ്റെ പ്രശ്നം. അവരവരുടെ കാര്യം പറഞ്ഞു. അവർ മോശമായിട്ട് ഒരു സന്ദർഭത്തിൽ അവർക്കെതിരെ ഒരാൾ ആംഗ്യം കാണിച്ചു. എനിക്കത് ചോദ്യം ചെയ്യണമെന്ന് തോന്നി. ഞാനൊരു പെണ്ണാണ് എന്നവർ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ സുരേഷ് ഗോപി ആണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവർ കുറച്ചുകൂടെ പൊളൈറ്റായിട്ടും കുറച്ചുകൂടെയും അവരുടെ പദവിക്കനുസരിച്ച് കുറച്ചുകൂടെ പക്വതയോടെയും ബിഹേവ് ചെയ്യാം എന്ന അഭിപ്രായം ഓക്കെ. പക്ഷെ അതിനപ്പുറം ഒരു സമീപന പ്രശ്നം കൂടി അതിനകത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നൊരു സംഗതി. അതുകൊണ്ട് അങ്ങനെ സമീപന പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ഇഷ്യൂസിൽ പെട്ടുപോയ ആളുകളെ എടുക്കുകയാണെങ്കിൽ അവർ മാത്രമല്ല, പിണറായി വിജയൻ മുതൽ താഴേക്ക് എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ആര്യയെ മാത്രമായിട്ട് ഒറ്റയ്ക്ക് കുറ്റിയടിച്ച് വിമർശിക്കുന്നത് ശരിയല്ലാത്ത കാര്യമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമല്ല എല്ലാ ജില്ലകളിലും ഈ രീതിയിൽ ജില്ലാ കമ്മിറ്റി കൂടി തോൽവിയുടെ കാരണങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റി അടക്കം ചേരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് സംസ്ഥാന നേതൃത്വത്തിന്, CPM നേതൃത്വത്തിന്, സർക്കാരിന്, മുഖ്യമന്ത്രിക്ക് കാര്യമായ പ്രശ്നങ്ങൾ പറ്റിയെന്നുള്ള വിലയിരുത്തൽ പാർട്ടിക്കുള്ളിലുണ്ട്.